ഈ മഴക്കാല സമയത്ത് നമുക്ക് ഇത്രയൊക്കെ നമ്മുടെ ഗാർഡൻ നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രദ്ധയുണ്ടെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. അപ്പം നമ്മുടെ ബിഗോണിയൊക്കെ ദാണ്ട് ഷെയ്ഡിലിരിക്കുന്നതുകൊണ്ട് നല്ല ഉഷാറായിട്ട് നിൽപ്പുണ്ട്. ഈ സമയത്ത് നമ്മുടെ കണ്ണാടി ചെടികളാണ് കഷ്ടമായിട്ട് വരുന്നത്. തട്ടിൽ വയനും കൂടുതൽ വെള്ളം വീണാതാണ്ട് ഇതേപോലെ ഇരിക്കും കണ്ടോ. ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനിസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കുറേ ചെടികളൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ചെടികളെയൊക്കെ നമ്മൾ ഈ മഴക്കാലത്ത് എങ്ങനെ നമുക്ക് സംരക്ഷിക്കാം എന്നതിനെക്കുറിച്ചുള്ളതായൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാ ചെടികളും നമുക്ക് ഇങ്ങനെ മഴയത്തോട്ട് ഇങ്ങനെ വെച്ചിരുന്നാൽ പറ്റത്തില്ല. അപ്പോൾ അതിനെയൊക്കെ നമുക്ക് അത്യാവശ്യം സംരക്ഷിക്കേണ്ടതിനെയൊക്കെ സംരക്ഷിക്കണം, വെയിൽ കിട്ടേണ്ടതിനെയൊക്കെ ഒരിടത്ത് വയ്ക്കണം. അങ്ങനെ നമുക്ക് മാറ്റി മാറ്റി വെച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ചെടികളെയൊക്കെ നമുക്ക് സംരക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഏതൊക്കെ ചെടികൾക്ക് കൂടുതൽ മഴ വേണം, വെള്ളം വേണം എന്നൊക്കെ നമുക്ക് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതേപോലെ കൃഷിയെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വിത്തുകളും ഗ്രൂബാഗുകളും ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ വെബ്സൈറ്റായ theminislifestyle.com ഒന്ന് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ വിത്തുകളും ഗ്രൂബാഗുകളും ഒക്കെ വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ മഴക്കാലത്ത് നമ്മുടെ ചെടികൾ കൂടുതൽ നേരം ഇങ്ങനെ ഈ മഴവെള്ളത്തിൽ തന്നെ ഇരിക്കുമ്പോൾ അതിലെ വെള്ളവും വളവും എല്ലാം അങ്ങ് ഒലിച്ചു പോയിട്ട് ഈ മണ്ണൊക്കെ അങ്ങ് പതുങ്ങി അല്ലേ, മണ്ണ് ആ ചട്ടി നമ്മൾ ഒരു ചട്ടി മണ്ണില്ല നട്ടേന്നുണ്ടെങ്കിൽ ഒരു അരച്ചട്ടിയായിട്ട് അങ്ങ് മാറും. അപ്പോൾ ദാണ്ട് ഈ ഒരു ചെടി കണ്ടില്ലേ, ഇതിപ്പം മഴയത്ത് ഇരിക്കുമായിരുന്നു, ഞാൻ നിലത്ത് വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ഇതിനകത്ത് മണ്ണിൻ്റെ അളവൊക്കെ കണ്ടില്ലേ, ഒരുപാട് അങ്ങ് താന്നു. ഇപ്പോൾ നമ്മുടെ ചെടിയും കണ്ടില്ലേ ശോഷിച്ച് ഈ പരുവത്തിലായിരിക്കുന്നത്. പക്ഷേ എങ്കിൽ നമ്മളാണ്ട് നമ്മുടെ വെർട്ടിക്കൽ ഗാർഡനിൽ വെച്ചേക്കുന്നതാണ്, വെർട്ടിക്കൽ സ്റ്റാൻഡിൽ വെച്ചേക്കുന്നത് നല്ല അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത്. എന്ത് രസമായിട്ടാണ് നിൽക്കുന്നത് കണ്ടോ, നല്ല സൂപ്പറായിട്ടാണ് നിൽക്കുന്നത്. അതിന് നമ്മൾ ഈ മഴയില്ലാത്ത സമയത്ത് ആ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് നല്ല വൃത്തിയായിട്ട് കുറേയും കൂടെ മണ്ണും വളമൊക്കെ കൊടുത്തിട്ട് നമ്മൾ നിർത്താനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മൾ ഷെയ്ഡിൻ്റെ കീഴിലാണ് നമ്മുടെ ഈ വെർട്ടിക്കൽ സ്റ്റാൻഡ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈ ചെടിക്ക് യാതൊരു കുഴപ്പമില്ലാതെ നല്ല ആരോഗ്യത്തോടെ അതിന് നിൽക്കുന്ന ചെടികളെല്ലാം തന്നെ നല്ല ആരോഗ്യത്തോടുകൂടി നിൽപ്പുണ്ട്. പിന്നെന്ന് വെച്ചാൽ ഈ ഗ്രാസിനകത്താണെന്നുണ്ടെങ്കിൽ ഇച്ചിരി വെയിൽ തട്ടിയാൽ മതി, അവർ പെട്ടെന്ന് അങ്ങ് വാടി കുഴഞ്ഞങ്ങ് നിൽക്കും. അതിന് നമ്മൾ ഇടയ്ക്കൊക്കെ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കണം. നല്ല രീതിയിലാണ് നിൽക്കുന്നത്. ബാക്കിയുള്ള ചെടികൾക്കെല്ലാം നമുക്ക് അത്യാവശ്യം വെള്ളം വേണ്ടുന്ന ചെടികൾ തന്നെയാണ് നിൽക്കുന്നത്. വെള്ളമില്ല എന്നുണ്ടെങ്കിൽ അവർ നശിച്ചു പോകും. അതേപോലെ തന്നെ എന്താണ്ട് ഈ ചെടിയില്ലേ, ഇതിന് അധികം വെള്ളം വേണ്ട കേട്ടോ. ഇത് ഞാൻ ഇൻഡോറായിട്ട് വെച്ചിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കണ്ണാടി ചെടികളൊക്കെ ഉണ്ടല്ലോ, കണ്ണാടി ചെടികളൊക്കെ എനിക്ക് നല്ല സന്തോഷത്തോടെ നിൽക്കും. പക്ഷേങ്കിൽ ഈ മഴയൊക്കെ വന്നപ്പോഴത്തേക്ക് ഒരുമാതിരി കോല് പോലെയൊക്കെ ആയ ചെടിയായിട്ടൊക്കെ അങ്ങ് മാറും. ഇത് കണ്ടോ, അതിൻ്റെ വേരുകളെല്ലാം ഇനി മുകളിലോട്ടായിട്ട് ഒരു വല്ലാത്ത കണ്ടീഷനിലായിരിക്കും നിൽക്കുന്നത്. കണ്ടോ, ഈ പരുവായിട്ടായിരിക്കും നിൽക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ മതി, നമ്മുടെ കണ്ണാടി ചെടികൾ ഇങ്ങനെ മണ്ണിൻ്റെ മേളിൽ ഇങ്ങനെ വന്ന് നിൽക്കും. അപ്പോൾ അതിന് നമ്മൾ എന്ത് വേണമെന്ന് അറിയാമോ, ഇതിൻ്റെ ഈ പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് വെട്ടിക്കളഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ മണ്ട മാത്രം എടുത്താൽ മതി, ബാക്കി അങ്ങ് വിട്ടേക്കാം. ഇത് നമുക്കിനി ആ ചട്ടിക്കകത്തോട്ട് ഒന്ന് മണ്ണൊക്കെ ഇളക്കിയിട്ട് ഇച്ചിരി വളമൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് കുത്തിവെക്കാം. ഇട്ട് മേളിൽ ഇരിക്കുന്നത് എൻ്റെ മണ്ണൊക്കെ കണ്ടോ, നിറയെ മണ്ണുള്ളതായിരുന്നു. മണ്ണൊക്കെ അങ്ങ് താന്നിട്ട് ഈ ഒരു പരുവായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് മണ്ണ് നല്ലതുപോലെ നമ്മൾ ഇളക്കി കൊടുക്കണം. എന്ന് വെച്ചാൽ തറഞ്ഞിരിക്കുന്ന മണ്ണാണ്, അതിൻ്റെ വേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ 4 ചുറ്റിനും ഇളക്കി കൊടുക്കണം. ഒരു സ്വല്പം മണ്ണും കൂടെ അതിനകത്ത് ഇട്ടേക്കാം. ഇതൊരു സ്വല്പം ചാണകപ്പൊടിയും എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും കൂടെ മിക്സാണിത്. അതും കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കി കൂട്ടണം. മണ്ണുമായിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സാക്കിയാൽ മതി. ഇത് നമ്മൾ തറയിലൊന്നും തട്ടിയിടേണ്ട കാര്യമൊന്നുമില്ല, ഇത് തന്നെ വെച്ചിട്ടങ്ങ് ചെയ്താൽ മതി. ഇനി ഇതിനകത്തോട്ട് നമ്മുടെ ചെടികളെ ഓരോ തണ്ടിനെ അങ്ങോട്ട് കുത്തി കൊടുക്കാം. അങ്ങനെ 3-4 കൊമ്പുകൾ ഇങ്ങനെ അങ്ങോട്ട് കുത്തി കൊടുക്കുമ്പോൾ ചട്ടി നിറഞ്ഞങ്ങ് നിൽക്കുകയും ചെയ്യും. നല്ല ബുഷിയായിട്ട് വളർന്നു വരുമ്പോൾ നിൽക്കുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ കുറച്ചുകൂടെ വളർന്നു വരുമ്പോൾ അതിൻ്റെ മണ്ട നുള്ളി കൊടുത്താൽ നല്ല കുറേ ശിഖരങ്ങളായിട്ടങ്ങ് വളർന്നു വരും. അപ്പോൾ ഇതിൻ്റെ കുറ്റി ഉണ്ടല്ലോ, ഈ കുറ്റി ഭാഗം നമ്മൾ പറമ്പിൽ എവിടെയെങ്കിലും കൊണ്ടുവന്നങ്ങ് നട്ടു വെച്ചിരുന്നാൽ മതി. ഇതിനകത്തൊന്നും വേണമെന്നുണ്ടെങ്കിൽ ഇലകളൊക്കെ വന്നോളും. അപ്പോൾ നമുക്കത് നഷ്ടപ്പെട്ടു പോകാതെ നമ്മുടെ ചെടികളെ നമുക്ക് സംരക്ഷിക്കാനായിട്ട് സാധിക്കും. ഇനി ഇതേപോലെ കോല് പോലെ നിൽക്കുന്ന എല്ലാ കണ്ണാടി ചെടികളെയും ഇതേപോലെ നമുക്ക് ആക്കി വെക്കണം. പിന്നെ പൂവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് നുള്ളിക്കളഞ്ഞൊക്കെ നിർത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അധികം വെള്ളം വേണ്ടാത്ത കുറേ ചെടികളുണ്ട്. നമ്മുടെ അഗ്ലോണിമയുണ്ട്, ബിഗോണിയുണ്ട്, കാക്ടസ്, അങ്ങനെയുള്ളതായ കുറേ ചെടികളുണ്ട്, കണ്ണാടി ചെടികളൊക്കെ. അതുപോലെ ചൈനീസ് ബോൾസ് ഒന്നും ഒരുപാട് വെള്ളം അതിന് വേണ്ട. അപ്പം അന്നേരം എന്താ വേണം, അതിന് നമ്മളൊന്ന് സംരക്ഷിച്ച് നമ്മുടെ ഷെയ്ഡിലോട്ടൊക്കെ ഒന്ന് മാറ്റി വെച്ചെന്നാൽ
നമുക്ക് അവരെ പിന്നെയും നമുക്ക് കാണാനും ഒക്കെ സാധിക്കും. അല്ലെങ്കിൽ അതിൻ്റെ ചുവടൊക്കെ അഴുകിയിട്ട് അത് ചീത്തയായിപ്പോവും. അതുപോലെ തന്നെ അരേലിയ ചെടിയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വെള്ളം വീണാൽ അതിൻ്റെ അടിഭാഗത്തൊക്കെ ഉള്ള ഇലകളെല്ലാം ചീഞ്ഞ് പോയിട്ട് ഒരുമാതിരി കോല് പോലെയൊക്കെ ആയിപ്പോവും. അതിനെ നമുക്ക് ഈ മഴക്കാലത്ത് ഒന്ന് മാറ്റി വെച്ചിരുന്നാൽ നമുക്ക് അതിനെ സംരക്ഷിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എന്താണ്ട് ഈ പെപ്രോമിയ ഉണ്ടല്ലോ, നല്ല അടിപൊളി ഒരു ചെടിയാണ്. അപ്പോൾ അതിനും ഒരുപാട് വെള്ളമൊന്നും വേണ്ട കേട്ടോ. വെള്ളം 2 ദിവസം ഒഴിച്ചില്ലെങ്കിലും അത് നന്നായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ അത് ഒന്നും മഴയത്ത് വെക്കാതിരിക്കുക. അപ്പോൾ അത് ഈ നമ്മുടെ ഈ സ്റ്റാൻഡിൽ തന്നെ ഇരുന്നുകൊണ്ട് നല്ല രീതിയിൽ അത് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഒരു സക്കുലൻറ്റ് പ്ലാന്റ് ആണ്. ഇത് പിന്നെ അധികം നമ്മുടെ നനവൊന്നും മഴയത്ത് വയ്ക്കാതെ ഇങ്ങനെ വെയിലത്തുനിന്ന് അല്ലെങ്കിൽ മഴയത്തുനിന്ന് മാറ്റി വെക്കുക എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇത് വളർന്നു വരും. കണ്ടില്ലേ നിൽക്കുന്നത്? ഇത് നല്ല താഴെ നിൽപ്പുണ്ട്. ഇതേപോലെ നല്ല രസമാണ് ഈ ചെടി കാണാൻ. ഇതൊക്കെ നമ്മൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വില കൊടുക്കണം അതിനൊക്കെ. ഇത് ഫിറ്റൂണിയ ചെടി. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ലീഫൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഇതിനിപ്പോൾ ഒരുപാട് വെള്ളമൊന്നും വേണ്ട കേട്ടോ. മഴയത്തൊന്നും വയ്ക്കാതെ ഇതിനെ ഷെയ്ഡിലോട്ടൊക്കെ വെച്ച് വളർത്താനായിട്ട് ശ്രമിക്കുക. ഇത് 2 ടൈപ്പ് നണ്ട് ഇവിടെ നിൽപ്പുണ്ട്. ഇത് ഒരു റെഡ് കളറും കൂടെ ആയിട്ടുള്ള റെഡിഷ് കളറാണ്. ഇപ്പോൾ ഈ വെർട്ടിക്കൽ സ്റ്റാൻഡിനകത്ത് ഇഷ്ടംപോലെ വളർന്ന് കിടന്നതുകൊണ്ട് ഇതിനകത്ത് നിന്ന് നമ്മൾ കുറച്ച് ഭാഗം ഒടിച്ച് തണ്ട് ഒരു ഹാങ്ങിങ് പോട്ടിനകത്തോട്ട് വെച്ച് നോക്കിയതായിരുന്നു. പക്ഷേങ്കിൽ അത് മഴയത്ത് ഇരുന്നിട്ട് എല്ലാം ചീഞ്ഞു പോയി. അപ്പം നല്ല ഒന്ന് കിളിച്ചൊക്കെ വന്നേയായിരുന്നു. അങ്ങനെ മഴയത്ത് നമുക്ക് മാറ്റി വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഇരുന്ന് ചീഞ്ഞു പോയിട്ട് ഒരു നാമാവശേഷമായത്. അപ്പം ഇതും കൂടുതലും മഴ നനയാതെ വെക്കാനായിട്ട് ശ്രമിക്കുക. ഈ റിയോ പ്ലാന്റ്സ്, അതേപോലെ തന്നെ നമ്മുടെ സ്നേക്ക് പ്ലാന്റ്, നമ്മുടെ ഈ ഗ്രാസൊക്കെ ഉണ്ടല്ലോ, അത് മഴ നനഞ്ഞാലും വലിയ പ്രശ്നമില്ലാത്ത ചെടികളാണ്. അതുകൊണ്ട് ഇഷ്ടംപോലെ ഇതിനകത്ത് അങ്ങ് മഴ നനഞ്ഞാലും ചൂടാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം അതിന് വെള്ളമൊക്കെ വേണം താനും. എങ്കിൽ ഓവറായിട്ട് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എങ്ങനെ ആയാലും അതിനൊരു പ്രശ്നമില്ല. മഴ നനഞ്ഞാലും വെയിലായാലും അതിന് വലിയ പ്രശ്നങ്ങളൊന്നും സംഭവിക്കാത്ത ചെടികളാണ് ഇതൊക്കെ. അപ്പം റോസിനെയും നമ്മൾ മഴക്കാലത്ത് എവിടെയെങ്കിലും ഷെയ്ഡിലോട്ടൊക്കെ വെക്കാമെങ്കിൽ നല്ല കാര്യം തന്നെയാണ് കേട്ടോ. ഒരുപാട് നമ്മൾ കൊടുത്ത വളമൊന്നും നഷ്ടപ്പെട്ടു പോകാതെ എവിടെയെങ്കിലും ഷെയ്ഡിലോട്ട് വെച്ചാൽ നല്ല രീതിയിൽ വരുന്നോളും. പിന്നെയെന്ന് വെച്ചാൽ മഴയൊക്കെ ഒന്ന് മാറുമ്പോൾ എടുത്ത് പുറത്തോട്ട് വെച്ചിരുന്നാലും മതി. അപ്പോൾ ഞാനിവിടെ വെച്ചിരിക്കുന്നത് മതിലിൻ്റെ അരുവിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് എങ്ങോട്ടും എടുത്ത് മാറ്റിയിട്ടൊന്നുമില്ല. അന്ന് മുതലേ ഇവിടെ തന്നെയാണ് ഇരിക്കുന്നത്. വളമൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. നല്ല രസമുള്ള കളറുകളാണ്, കണ്ടില്ലേ? അപ്പം നമ്മൾ ഇതെല്ലാം കട്ട് ചെയ്തൊക്കെ കൊടുത്തിട്ടൊക്കെ നിർത്തിയിരിക്കുന്നതാണ്. ഒരു പൂ വന്നിട്ട് വാടുന്ന സമയമാകുമ്പോഴത്തേക്ക് നമ്മളതിനെ കട്ട് ചെയ്തിട്ട് വീണ്ടും വന്ന പൂക്കളാണ് ഇതൊക്കെ. നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ല റെഡും നല്ല യെല്ലോയും ആയിട്ട് നല്ലൊരു ഭംഗിയാണ്. മിക്സാണിത്. ഇത് നല്ല റെഡ്, നല്ല അടുക്കാണ്. ഇത് നല്ല മഞ്ഞ ഒരു കളറാണ്. ഇപ്പം നമ്മുടെ വിഗോണിയൊക്കെ ദാണ്ട് ഷെയ്ഡിലിരിക്കുന്നതുകൊണ്ട് നല്ല ഉഷാറായിട്ട് നിൽപ്പുണ്ട്. ഇവിടെയൊക്കെ നല്ലതുപോലെയാണ് നിൽക്കുന്നത്. ഇത് ബേബി ടിയർ എന്ന് പറയുന്ന ഒരു ചെടിയാണ്. നല്ല ഭംഗിയാണ്. അതിൻ്റെ ഹാങ്ങിങ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്നത്. പക്ഷേ മഴയത്ത് അധികം കിടന്നാൽ അതിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ മഞ്ഞളിച്ച് പോകും കേട്ടോ. എല്ലാം കൂടെ കൊണ്ടുവന്ന ഷെയ്ഡിൻ്റെ കീഴിലൊന്നും തൂക്കിയിടാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് ഇവിടെ തന്നെ അങ്ങ് ഇട്ടിരിക്കുകയാണ്. അപ്പം ഇത് നമ്മൾ സൂക്ഷിച്ചാൽ നല്ല ഭംഗിയാണിത് കാണാനായിട്ട്. ഇത് ടൊറേനിയത്തിനും ഒരുപാട് മഴ വേണ്ട. മഴ കിട്ടിയാൽ അത് അളിഞ്ഞു പൊളിഞ്ഞൊക്കെ അങ്ങ് പോകും കേട്ടോ. ഇതൊക്കെ ഇപ്പം നശിച്ചു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം അതിനകത്ത് ഈ പൂവാണ്. ഇപ്പം വേറെ ഉള്ളതാണ്ട് ഈ പൂക്കൾ 5-6 ടൈപ്പോളം ഇവിടെ ഉണ്ട്. അതിൻ്റെ അരി അവിടെ ഇവിടെ എല്ലാം വീണിട്ട് പല കളറൊക്കെ ആയിട്ട് കിളിച്ചു വന്നുള്ളൂ. വേറൊരു ചെടിയാണ് ദണ്ട് ഇങ്ങനെയുള്ള ഇല. ഇതും മഴയത്ത് അധികം നിന്നാൽ എൻ്റെ തണ്ടുകളൊക്കെ ഈ ഒരു പരുവത്തിലായിട്ട് സൂക്ഷിച്ചു പോകും. അപ്പോൾ അതും കുറച്ച് ഞാൻ മാറ്റി നട്ടിട്ടുണ്ട്. തട്ടിൽ വയനും കൂടുതൽ വെള്ളം വീണാതാണ്ട് ഇതേപോലെ ഇരിക്കും കണ്ടോ. വെള്ളം വീഴാത്ത അപ്പുറത്തെ ഭാഗം നല്ല ഇതായിട്ടാണ് ഇരിക്കുന്നത് കണ്ടോ. അപ്പോൾ അതും നമ്മൾ നല്ല രീതിയിൽ നനയാത്ത രീതിയിൽ വെച്ചിരുന്നാൽ, ഈ ഷെയ്ഡിലാണ് വെച്ചിരുന്നത്, എന്നാലും ഒരു സൈഡിൽ ശീതമൊക്കെ അടിച്ച് കയറ്റുമ്പോൾ നല്ലതുപോലെ വെള്ളമൊക്കെ വീഴും. എപ്പീഷ്യ അതേപോലെ തന്നെയാണ്. എപ്പീഷ്യ കൂടുതൽ വെള്ളം വീഴുന്നിടത്ത് പരിതാപകരമായ അവസ്ഥയായിരിക്കും. അധികം വെള്ളം വീഴാത്ത ഭാഗത്തോട്ട് പച്ചപ്പായിട്ടൊക്കെ ഇരുന്നോളും. അപ്പോൾ നമ്മുടെ മുന്തിരിമുളകൊക്കെ ദാണ്ട് പഴുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം മുന്തിരിമുളക് വിരിഞ്ഞു വരുമ്പോൾ നല്ല മുന്തിരിക്കുലമാതിരി നിൽക്കും കണ്ടോ. നല്ല മുന്തിരിപ്പഴം മതി തന്നെ. വിളയുമ്പം പിന്നെ അതിൻ്റെ നിറമൊക്കെ മാറിയിട്ട് ഒരു ഗ്രീനിഷ് കളറാവും കണ്ടോ. ഒരു ഉണ്ട് ഗ്രീൻ വിളയുമ്പോഴത്തേക്ക് ഗ്രീൻ കളറായിട്ട് ഇങ്ങനെ മാറി വരും. പിന്നാണിത് നല്ല ചുവപ്പാകുന്നത്. പഴുക്കുമ്പോഴത്തേക്ക് നല്ല റെഡായിട്ട് ഇനി നമുക്കിത് വിത്തിനൊക്കെ എടുക്കാനായിട്ടുള്ള പരുവായി വരുന്നുണ്ട്. നമ്മുടെ പഴയ ഒരു ചെടിയായിരുന്നു ഇത്. ഇപ്പോൾ അതിനെ ഒന്ന് നന്നാക്കി എടുത്തപ്പോൾ അതിനകത്ത് നല്ലതുപോലെ കായൊക്കെ പിടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാക്ടസൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ. കാക്ടസ് സത്യം പറഞ്ഞാൽ അതിനകത്ത് അത്യാവശ്യം വെള്ളമൊക്കെ മഴവെള്ളമൊക്കെ വീഴുന്നുണ്ട്. എങ്കിലും അത് നല്ല പുഷ്ടിയോടുകൂടിയാണ് വളർന്നത്. നോക്കി എന്ത് ആരോഗ്യത്തോടെയാണ് നിൽക്കുന്നതെന്ന്.
നല്ല രസമായിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ ഈ ഒരു ഭാഗത്ത് ചൈനീസ് ബോൾസം വെച്ചിരിക്കുകയാണ്. ചൈനീസ് ബോൾസും കൂടുതലും മഴ നനഞ്ഞാൽ അതിൻ്റെ ചുവടൊക്കെ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതേപോലെ നമ്മുടെ കണ്ണാടി ചെടി പോലെ തന്നെ ഇതും കോലനയൊക്കെ അങ്ങ് ആയി വരും. പിന്നെ തണ്ടൊക്കെ ഒരുമാതിരി ചരിഞ്ഞും ഒക്കെ അങ്ങ് കിടക്കും. അപ്പം നമ്മൾ അതിനെയും നല്ല രീതിയിൽ വളർത്തിയെടുക്കാമെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ എപ്പോഴും നല്ല പൂക്കളായിട്ടൊക്കെ ഇങ്ങനെ നിൽക്കും. പല ടൈപ്പുണ്ട് കേട്ടോ, 7 നിറമുണ്ട് ഇപ്പോൾ ഇവിടെ. നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ അതിൻ്റെ മണ്ണൊക്കെ ഞാൻ പിന്നെ ഇതേപോലെയൊക്കെ മണ്ണ് മൊത്തത്തിൽ എടുത്തിട്ടില്ല, അതിനകത്ത് കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് ഇങ്ങനെ നിർത്തിയിരിക്കുക. കണ്ടോ, അതിനകത്ത് ജൈവ സ്ലറി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മേളിൽ മണ്ണിട്ട് കൊടുത്തപ്പോഴത് കുറച്ചുകൂടെ ഉഷാറായി. ഇപ്പോൾ നല്ല കളർ പൂക്കളൊക്കെയാണ് ഉണ്ടാകുന്നത്. കണ്ടില്ലേ, പല ടൈപ്പിലുള്ളതായ പൂക്കളും ഉണ്ട്. ഇങ്ങനെ ഈ ഒരു സെക്ഷനിൽ നമ്മുടെ പലതരത്തിലുള്ളതായ തെറ്റികളാണ് വെച്ചിരിക്കുന്നത്. തെറ്റിയിൽ എല്ലാത്തിലും ഒന്നും പൂവൊന്നും വന്നിട്ടില്ല, അത്യാവശ്യം വരുന്നതേ ഉള്ളൂ കേട്ടോ. ഈ തെറ്റിയൊക്കെ ഞാൻ വളമൊക്കെ കൊടുത്തിട്ട് വഴക്കൊക്കെ പറഞ്ഞ് ഇപ്പം പൂവൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി ഷൈനിയാണ് പറഞ്ഞത് നമ്മുടെ ചെടികളെ വഴക്കൊക്കെ പറഞ്ഞാൽ പൂവൊക്കെ പിടിക്കുക എന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ മുരിങ്ങയിലൊക്കെ നമ്മൾ വഴക്കും അടിയൊക്കെ കൊടുത്തിട്ട് നമുക്ക് മുരിങ്ങയൊക്കെ പിടിച്ചിട്ടുണ്ട്. ചെടിക്കകത്ത് വഴക്ക് പറയുന്ന കാര്യം ഞാൻ ആദ്യം കേൾക്കുമായിരുന്നു. എന്തായാലും ഞാനും ചെടിയൊക്കെ വഴക്ക് പറഞ്ഞു. അപ്പോൾ ഞാൻ ജൈവ സ്ലറിയൊക്കെ ഒഴിച്ചു കൊടുത്തു. നമ്മുടെ വേപ്പ് പിണ്ണാക്കും എല്ലുപൊടിയും ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് ഇപ്പോൾ എന്തായാലും അതിനകത്ത് അതിൻ്റെ പൂക്കളൊക്കെ വരാനായിട്ട് തുടങ്ങി. നമ്മൾ വാങ്ങിച്ച് വെച്ച് പണ്ട് സമയത്ത് പൂക്കളുണ്ടായിരുന്നു, പിന്നെ അങ്ങ് പോയി നിന്നായിരുന്നു. ഇപ്പോൾ എന്തായാലും നല്ല തഴപ്പോടുകൂടി വളർന്നു വരുന്നുണ്ട്. ഒരു 5-6 ടൈപ്പ് തെറ്റി ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അതെല്ലാം പുതിയ തളിർപ്പുകൾ കണ്ട് വരുന്നുണ്ടോ, എല്ലാം നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട്. ഇവിടെയൊക്കെ നിൽക്കുന്നത് എല്ലാം തെറ്റിയാണ്. ഇത് ചുമന്ന തെറ്റി, എല്ലാം പുതിയതാണ് കൊമ്പുകൾ വരുന്നുണ്ട്. നമ്മുടെ പുതിനച്ചെടിയാണ്. പുതിനയും ഇതുപോലെ ഹാങ് ചെയ്തിട്ടിരുന്നാലും നല്ലതുപോലെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പണ്ട് മുതലേ ഉള്ള നമ്മുടെ കൈവശം ഉണ്ടായിരുന്ന പുതിനയാണ്. പുതിനയുടെ വീഡിയോ ഒക്കെ നമ്മൾ നേരത്തെ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ മണ്ട നമ്മളിങ്ങനെ ഒടിച്ചു കുത്തിയാൽ നമുക്ക് ഇഷ്ടം പോലെ പിന്നെയും നമുക്ക് നട്ടുപിടിപ്പിക്കാനായിട്ട് സാധിക്കും. മണ്ട ഇവിടെ വെച്ചങ്ങ് ഒടിച്ചങ്ങ് വേറെ ഒരു ചട്ടിക്കകത്തോട്ടങ്ങ് നട്ടാൽ മതി. ഈ മഴക്കാല സമയത്ത് നമുക്ക് ഇത്രയൊക്കെ നമ്മുടെ ഗാർഡൻ നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രദ്ധയുണ്ടെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. അപ്പോൾ അത്യാവശ്യം നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടികളൊക്കെ നമുക്ക് ഈ മഴക്കാലത്ത് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഇതേപോലെയൊക്കെ നിങ്ങളൊന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത്യാവശ്യം മഴ കൊള്ളാത്ത രീതിയിൽ നല്ല ചെടികളെയൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക. അപ്പം മഴ നനഞ്ഞാലും കുഴപ്പമില്ലാത്ത ചെടികളെ നമുക്ക് മുറ്റത്തോട്ടൊക്കെ വെക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇൻഡോറായിട്ട് വെക്കേണ്ടതൊക്കെ ചെടികളൊക്കെ ഉണ്ട്, അതിനെയൊക്കെ ഇൻഡോറായിട്ടൊക്കെ മാറ്റി വയ്ക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കൃഷി ചെയ്തിട്ട് നിങ്ങൾക്ക് സന്തോഷമാണോ അതോ കൃഷി ചെയ്തപ്പോൾ നിങ്ങൾക്ക് ദുഃഖമാണോ എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കുറേ പേര് കമൻസുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ചേച്ചി എന്തൊരു ചോദ്യം ചേച്ചി ചോദിക്കുന്നത്, ഞങ്ങൾക്ക് കൃഷിയൊക്കെ തുടങ്ങിയതിന് ശേഷം സന്തോഷം മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പം ആ കമൻസുകളൊക്കെ നിങ്ങൾ വായിച്ചു നോക്കണം കേട്ടോ. വായിച്ചാലും തീരാത്തത്ര കമൻസുകളുണ്ട്. നല്ല അടിപൊളി കമൻസുകളാണ്. എല്ലാവരും കൃഷി ചെയ്യുന്നുണ്ട്. എന്നാലും ചിലർക്കൊക്കെ ഇച്ചിരി വിഷമമുണ്ട്. കാരണം എന്താണ്, ഈ കീടങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ചിലർക്കൊക്കെ വിഷമമുണ്ട്. നമ്മളിനി എന്ത് സസ്യം നട്ടാലും എന്ത് ജീവജാലങ്ങളെ വളർത്തിയാലും അവിടെ എന്തുണ്ടാവും, അസുഖങ്ങളും കൂടെ ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് നമ്മൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ പറ്റിയ മരുന്നുകളൊക്കെ കൊടുക്കുമ്പോൾ അവരുടെ അസുഖങ്ങളൊക്കെ മാറി നല്ല വിളവൊക്കെ തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കൃഷിയൊക്കെ ചെയ്യുക. അതിനൊപ്പം കൃഷി ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മുടെ അടിപൊളി ഗാർഡനും കൂടെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. നല്ല നല്ല പൂക്കളും ചെടികളും നമ്മുടെ മുറ്റത്ത് നിൽക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഉന്മേഷം വരുന്നത്. കാരണം നല്ല പൂമ്പാറ്റകളും കിളികളും ഒക്കെ ഇങ്ങനെ പാറിപ്പറന്നൊക്കെ നമ്മുടെ മുറ്റത്ത് നടക്കുമ്പോൾ ഒരു പ്രത്യേക പോസിറ്റീവ് എനർജി തന്നെയാണ്. അപ്പം ഞാൻ പലപ്പോഴും രാത്രിയാകുമ്പോൾ എനിക്ക് സങ്കടമായോ രാത്രി ആയല്ലോ എന്നുള്ളത്. അപ്പോൾ നേരം വെളുക്കുമ്പോഴാണെങ്കിലോ ഓടി അവരെ അടുത്ത് ചെല്ലുകയും ചെയ്യും. എനിക്ക് അവരെ കാണുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് കൃഷിയും ഗാർഡനും ഒക്കെ ഒത്തൊരുമിച്ച് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ വിത്തുകളും ഗ്രോ ബാഗുകളും ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ വെബ്സൈറ്റായ theminislifestyle.com വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ വിത്തുകളും ഗ്രോ ബാഗുകളും ഒക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. ഇപ്പോൾ അത്യാവശ്യം ചെടികളും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. അതുപോലെ ഫേസ്ബുക്ക് പേജായ മിനീസ് ലൈഫ് സ്റ്റൈലും കൊണ്ട് ലൈക്ക് ചെയ്ത് വിട്ടാൽ അവിടെയും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ യഥാസമയം കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി, നന്ദി, നമസ്കാരം.